ഹായ് ഫ്രണ്ട്സ്, BSc ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബയോളജി ഭാഗത്തെ ഒരു ടോപ്പിക്കാണ്. ബയോളജിയിലെ ധാതുക്കൾ എന്ന ഭാഗത്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ധാതുക്കൾ എന്ന ഭാഗത്തെ ക്ലാസ്സിലോട്ട് പോകാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങൾ. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഏതാണ്? ധാതുക്കളും ജീവകങ്ങളും. ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകമാണ് ധാതുക്കൾ. ധാതുക്കൾ എന്ന് പറഞ്ഞാല് ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ധാതുക്കൾ. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? ഇരുമ്പ്. രക്തത്തിൽ ഇരുമ്പ് അധികമാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്ന് പറയുന്നത്. എന്താണ് സിഡറോസിസ്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണ്? ചോളമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം. ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ എന്ന എണ്ണയാണ് ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏതാണ്? മഞ്ഞൾ. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? കശകശയാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം. ഏതാണ്? മഗ്നീഷ്യം. എല്ലുകളിലും പല്ലുകളിലും അടങ്ങിയിരിക്കുന്ന ധാതുവാണ് കാൽസ്യം. ഏതാണ്? കാൽസ്യം. പൊട്ടാസ്യത്തിന്റെ അഭാവം കാരണമുണ്ടാകുന്ന ഒരു രോഗം സന്ധിവാതമാണ് പൊട്ടാസ്യത്തിന്റെ അഭാവം കാരണമുണ്ടാകുന്ന രോഗം. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ഏകദേശം 65%. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 65%. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് 35 മുതൽ 40 ലിറ്റർ. 35 to 40 ലിറ്റർ. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 35 to 40 ലിറ്റർ. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം ഏകദേശം 2 ലിറ്റർ ആണ് ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ്. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന മൂത്രത്തിന്റെ ശരാശരി അളവ് 1.5 ലിറ്റർ 1.5 ലിറ്റർ ആണ് ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന മൂത്രത്തിന്റെ ശരാശരി അളവ്. എത്രയാണ്? 1.5 ലിറ്റർ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യങ്ങൾ നാരുകളാണ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യങ്ങളാണ് നാരുകൾ. നാരുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. നാരുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ബയോളജി ഭാഗത്ത് ധാതുക്കൾ എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ബയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജി സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ധാതുക്കളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓരോന്നും നോട്ട് ചെയ്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.